ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇന്നലത്തെ വീഡിയോയുടെ ബാക്കി ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഇന്നലെ ബെറ്റ് വെച്ചത് ചെന്നൈയും അതോടൊപ്പം തന്നെ ബാംഗ്ലൂരും തമ്മിലുള്ള മത്സരത്തിൽ ആര് ജയിക്കും എന്നുള്ള ഒരു കളിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ബെറ്റ് വെച്ചത് ബാംഗ്ലൂർ ജയിക്കുമെന്ന് വിചാരിച്ചത് തന്നെയാണ്. എന്തായാലും ആ ഒരു പ്രഡിക്ഷൻ കറക്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ ഇന്നലെ ജയിച്ചത് ബാംഗ്ലൂരാണ്. സോ നമ്മൾ ഇന്നലെ ബെറ്റ് വെച്ചത് 500 രൂപയ്ക്കാണ് ബെറ്റ് വെച്ചതെങ്കിൽ നമ്മൾ ബെറ്റ് വെച്ച പ്രകാരം നമുക്ക് 1050 രൂപ അല്ലെങ്കിൽ 1060 രൂപയോളം നമുക്ക് കിട്ടണം. ഏകദേശം ഒരു കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ അത് എനിക്ക് വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ബെറ്റ് വെച്ച നമ്മുടെ പാഡി പവർ എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിൽ നമ്മൾ ഇന്നലെ ഇട്ടതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെയുണ്ട്. കൺഗ്രാജുലേഷൻ, യു ഹാവ് വൺ £10.50. അതായത് ഏകദേശം ഒരു 1050 1060 രൂപ ആ റേഞ്ചിൽ ഇപ്പം ഇന്ത്യൻ മണി നല്ല വിലയുണ്ട് ഉള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 1050 രൂപയ്ക്ക് കൂടുതൽ വരുന്നുണ്ട് എന്തായാലും ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ എടുത്തതിൻ്റെ ഒരു 5 ഷെയറാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതായത് 100 രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ 5 ഷെയർ 500 രൂപ എടുത്തു. നമുക്ക് കിട്ടിയേക്കുന്ന റിട്ടേണും ഇതാണ്. ഓക്കെ, അത് കൂടാതെ നമുക്ക് കിട്ടിയേക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഒരു ബോണസായിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത് ഇവിടെ ബോണസായിട്ട് നമുക്ക് വന്നിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഫ്രീ ബെറ്റ്, അതായത് 30 പൗണ്ടിൻ്റെ അതായത് 3000 രൂപയുടെ ഒരു ഫ്രീ ബെറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഈ ഫ്രീ ബെറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അതായത് ഇതുണ്ടോ, അവൈലബിൾ 30 പൗണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3000 രൂപയുടെ ഗുണമുള്ള ബെറ്റ് നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യമേ ഇവർ പറയുന്നത് ഹോഴ്സ് റേസിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമുക്ക് ബെറ്റ് വെക്കാം. അപ്പോൾ അതിന് മിനിമം നമ്മൾ 10 പൗണ്ട് എങ്കിലും ഇടണം. അതായത് 1000 രൂപയെങ്കിലും നമ്മൾ മിനിമം ഇടണം എന്നുള്ളതാണ് അവർ പറഞ്ഞത്. രണ്ടാമത്തത് ബാക്കിയുള്ള ഏത് സ്പോർട്സ് ഐറ്റത്തിന് വേണമെങ്കിലും നമുക്ക് ബെറ്റ് വെക്കാം എന്നുള്ള രീതിയിലാണ്. അതായത് ഇന്ന് നമ്മൾ ബെറ്റ് വെക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പൈസ മുടക്കുന്നുമില്ല. ഇവർ തരുന്ന ഈ 30 പൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ബെറ്റ് വെക്കാവുന്നതേ ഉള്ളൂ. സോ അത് വളരെ ഒരു വലിയ സർപ്രൈസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഡബിൾ ലോട്ടറിയാണ് നമുക്ക് അടിച്ചെന്ന് വേണം പറയാം. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് 30 പൗണ്ട് അതായത് 3000 രൂപയുടെ ബെറ്റ് നമ്മൾ വെക്കുന്നതിന് നമുക്ക് പൈസ മുടക്കൊന്നുമില്ല. നമുക്ക് ഇവർ ഓൾറെഡി തന്നേക്കുന്ന ആ പൈസയിൽ നിന്ന് തന്നെ നമുക്ക് ബെറ്റ് വെക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ കളി ഇവരിവിടെ കാണിച്ചിട്ടുണ്ട്. ആ കളിയുടെ ബെറ്റ് നമുക്ക് വെക്കാം. അപ്പോൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് പൈസയും ഇവർ തന്നേക്കുന്ന ഫ്രീ പൈസ കൊണ്ടാണ്. അതെങ്ങാനും അടിച്ചു കഴിഞ്ഞാൽ ലാവിഷായിട്ട് നമുക്ക് ഒരല്പം കൂടി മുന്നോട്ട് പോകാം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്നത്തെ കളി ഗുജറാത്ത് ടൈറ്റൻസും മുംബൈയും തമ്മിലുള്ളതാണ്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് ബെറ്റ് വെക്കാം. ആ ബെറ്റ് വെക്കുന്ന പൈസ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. ഇവിടെ ഗുജറാത്തിൻ്റെ ഡീറ്റെയിൽസ് എഴുതിയിരുന്നു. നമുക്ക് ഇവിടുന്ന് ഇവർക്ക് വേണമെങ്കിൽ ഷെയർ എടുക്കാം, അതല്ലെങ്കിൽ മുംബൈ ഇന്ത്യൻസിന് വേണമെങ്കിൽ ഷെയർ എടുക്കാം. ഇതിൽ ഗുജറാത്തിന് ഷെയർ എടുക്കുകയാണെങ്കിൽ കൂടുതൽ പൈസ നമുക്ക് കിട്ടും. കാരണം വേറൊന്നുമല്ല, ഗുജറാത്തിന് ഈ കമ്പനി കൽപ്പിക്കുന്നത് വിജയസാധ്യത കുറവാണ് എന്നുള്ള ലെവൽ വെച്ചിട്ടാണ്. നമുക്ക് നോക്കാം. ഗുജറാത്തിൻ്റെ നമ്മൾ ഷെയർ എടുക്കാൻ പോകണം. ഷെയർ എടുക്കാൻ പോകുമ്പോൾ ഇവരിവിടെ എഴുതിയിട്ടുണ്ട് ഫ്രീ ബെറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. കണ്ടല്ലോ, ഈ ഫ്രീ ബെറ്റിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമുക്ക് 30 പൗണ്ട് വരെ അതായത് 3000 രൂപയ്ക്ക് മുകളിൽ വരെ നമുക്ക് ഈ ഫ്രീ ബെറ്റ് അടിക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഫ്രീ ബെറ്റിന് 20 നമുക്ക് എന്തായാലും 30,000 രൂപ എന്നല്ല കിട്ടിയേക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഫ്രീ ബെറ്റിൻ്റെ ഒരു രണ്ടും കൽപ്പിച്ച് ഒരു 15 രൂപ, അതായത് 15 രൂപയല്ല 15 പൗണ്ട് എന്ന് വെച്ചാൽ ഏകദേശം 1500 രൂപ ബെറ്റ് വെച്ചാൽ ഇവിടെ കിട്ടുന്നത് 30 പൗണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അതായത് 3000 രൂപ. അതായത് ഇരട്ടി നമുക്ക് വെച്ചാൽ നമുക്ക് ഇരട്ടിയാണ് കിട്ടുന്നത്. സോ ഇത് വളരെ നല്ല ഒരു കാര്യമാണ്. വേണമെങ്കിൽ നമുക്കിത് കൂട്ടി വേണമെങ്കിലും വെക്കാം. ഓക്കെ, ഇനി ഞാൻ കാണിച്ചത്, ഞാനിപ്പോൾ ബെറ്റ് വെച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് കാണിക്കാൻ പോവാണ്. അത് ഗുജറാത്തിൻ്റെ അവസ്ഥയാണ്. ഇനി നമുക്ക് ഇവിടെ മുംബൈ ഇന്ത്യൻസ് ജയിക്കുമെന്ന് പറഞ്ഞ് നമ്മൾ ബെറ്റ് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ബെറ്റ് വെച്ച് കഴിഞ്ഞാലുള്ള ഇവിടുത്തെ അവസ്ഥ, അതായത് നമ്മൾ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി വെച്ച് കഴിഞ്ഞാൽ 15 പൗണ്ട് അതായത് 1500 രൂപ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 27 സംതിങ് ആണ് നമുക്ക് കിട്ടുന്നത്. അതായത് 2700 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. മറ്റിടത്താണെങ്കിൽ 3000 രൂപയോളം കിട്ടും. 300 രൂപയുടെ വ്യത്യാസമാണ് ഇതിനകത്തുള്ളത്. പക്ഷെ നമുക്കൊരു അല്പം റിസ്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നാണ് നോക്കാം. അപ്പോൾ അങ്ങനെ കമ്പനി അതിൻ്റെ പ്രൊഡിക്ഷൻ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ അറിയാം ഒരുപാട് പൈസ കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബെറ്റിങ്ങിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ റിസ്ക് എന്ന് പറഞ്ഞാൽ, ഇന്നലെ നമ്മൾ ഇതുപോലെ തന്നെയാണ് വെച്ചത്. കമ്പനി പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ വെച്ചത്. കമ്പനി പറഞ്ഞത് ചെന്നൈ ജയിക്കുമെന്ന്, പക്ഷെ നമ്മൾ വെച്ചത് ബാംഗ്ലൂരാണ്. അതുകൊണ്ടാണ് അവർ കൂടുതൽ പൈസ നമുക്ക് തന്നത്. സോ ഇന്ന് പറഞ്ഞ പോലെ നമുക്കിതിൽ ഏത് വെക്കണമെന്ന് ചിന്തിക്കാം. സത്യം പറഞ്ഞാൽ സ്ട്രോങ് ടീം മുംബൈ തന്നെയാണ് ഗുജറാത്തിനേക്കാളും. പക്ഷേ ക്രിക്കറ്റാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തും സംഭവിക്കാം. സോ അതുകൊണ്ട്
അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാനൊരു കാര്യം ചെയ്യാൻ പോകണം. ഇന്നത്തെ എൻ്റെ ഫേവറേറ്റ് ടീം സത്യം പറഞ്ഞാൽ ബേസിക്കലി മുംബൈ ഇന്ത്യൻസ് തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ സ്ട്രോങ് ടീമും കൂടി ആയതുകൊണ്ട് നമുക്ക് മുംബൈ ഇന്ത്യൻസിന് തന്നെ അങ്ങോട്ട് ബെറ്റ് വെക്കാം. അതായത് ഒരു 1500 രൂപ അങ്ങ് ബെറ്റ് വെക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ബെറ്റ് വെച്ചേക്കുന്ന ആദ്യത്തെ ഗുജറാത്ത് ടൈറ്റൻസിന് വേണ്ടി നമുക്ക് കുറച്ച് പൈസ കൂടുതൽ കിട്ടും എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ അതൊന്ന് മാറ്റുന്നു. തൽക്കാലം ഈ ബെറ്റ് ക്യാൻസൽ ചെയ്യാണ്. ഓക്കെ, പകരം മുംബൈയുടെ ആ ഒരു ബെറ്റ് മാത്രം നമ്മൾ വെക്കുകയാണ്. ഇത് പ്രകാരം നമുക്ക് ഒരു 15 പൗണ്ട്, അതായത് 1500 രൂപ ഇട്ട് കഴിഞ്ഞാൽ 2700 രൂപ കിട്ടുന്ന ലെവലിൽ തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ ആ റിസ്ക് എടുക്കണം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ ഡെപ്പോസിറ്റ് ആൻഡ് പ്ലേസ് ദ ബെറ്റ് എന്ന് പറഞ്ഞ് ഇടുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാൻ പോകണം. ഒരു 10 പൗണ്ടാണ് ഞാൻ ഇന്ന്, അതായത് ഒരു 1000 രൂപയാണ് ഞാൻ ഇന്ന് നമ്മൾ ഈ മുംബൈക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഞാനിവിടെ റെഡിയാക്കിയിട്ട് 10 പൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇതാ ഒരു 18 പൗണ്ട് എന്ന് വെച്ചാൽ ഒരു 1800 രൂപ 1900 രൂപയോളം നമുക്ക് കിട്ടും. അപ്പോൾ എന്താണെങ്കിലും ഇതാ ഇവിടെ ഓർഡർ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, പ്ലേസ് ഓർഡർ കൊടുക്കാൻ പറഞ്ഞിട്ട് നമ്മൾ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. ഇതാ പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതാ ഇവരോട് കാണിച്ചുണ്ടോ നൈസ് വൺ യുവർ ബെറ്റ് ഓൺ, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ ഗൈസ്.